നല്ല മഴയത്ത് ഇവിടെ ചോറ് കഴിക്കാൻ വന്നതാണേ. അവസാനം ഇവിടുന്ന് ചോറും കഴിച്ചിന്, ഇവിടുത്തെ ഇറച്ചി ചോറും കഴിച്ചിന്. മഴയായതുകൊണ്ട് ഇവിടെ കുറേ സ്പെഷ്യലൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. ഓംലേറ്റ് ഉണ്ട്, മത്തി ഉണ്ട്, പിന്നെ ബീഫ് ഉണ്ട്. മത്തി എൻ്റെ സങ്കല്പത്തിനനുസരിച്ചിട്ടായിരുന്നില്ല പൊരിച്ചത്, അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് പറഞ്ഞ് ബീഫും വാങ്ങിച്ചിട്ടുണ്ട്, ഓംലേറ്റ് ഉണ്ട്. ചോറും മീൻകറിയും ബീഫും കുറച്ച് സാമ്പാറും കൂടെ കൂട്ടി കുഴച്ചിട്ട് കഴിച്ച്. ചെറിയൊരു കഷ്ണം ചെമ്മീനെല്ലാം കിട്ടീന് കേട്ടാ മീൻകറിയിൽ നിന്ന്. വലിയ തെറ്റില്ലാത്ത മീൻകറി ഏനുവേ. 40 ഉറുപ്പിയാണ് എടുത്ത ചോറിന്. ചെറുതായിട്ടൊരു മല്ലീൻ്റെ കുത്തൽ എടുത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു സാമ്പാറല്ലേ, അങ്ങനത്തെ സാമ്പാറായിരുന്നു. പിന്നെ ഓംലേറ്റിന് 10 ഉറുപ്പ്യ, ബീഫിന് 70 ഉറുപ്പ്യ കേട്ടോ. ബീഫെല്ലാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ചെറുതായിട്ടൊരു എരിവലുള്ള ബീഫേനു. അപ്പോൾ അങ്ങനെ ചോറെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇറച്ചിച്ചോറ് കഴിച്ച്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇറച്ചിച്ചോറല്ല പോലും. ഇത് ഉണ്ടാക്കുന്ന ആൾ ഇതിനെ വിളിക്കുന്നത് മജ്ബൂസ് എന്നാണ്. ഈ നാട്ടുകാരെല്ലാം കൂടി ചേർന്നിട്ട് ഇതിനെ ഇറച്ചിച്ചോറ് ആക്കിയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മജ്ബൂസ് എന്ന് വിളിക്കുന്ന ഈ ഇറച്ചിച്ചോറ് ഞാനും കഴിച്ചു നോക്കിയാൽ ക്വാണ്ടിറ്റിയിലും ഉണ്ട്, പക്ഷേ റൈസെല്ലാം ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ബീഫും അത്യാവശ്യം ഡ്രൈ ആയിരുന്നു. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് മമ്പറം തലശ്ശേരി റൂട്ടിൽ പിണറായി ടൗണിലെ പാറപ്പുറത്ത് ഹോട്ടലാണ്. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്